അങ്ങനെ നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. ആദർശ് കയറി കിടന്നു. സ്വയരക്ഷയ്ക്ക് വേണ്ടിയല്ലേ നമുക്ക് പോലീസിനോട് പറയാം. പോലീസിനോട് നീ പറഞ്ഞ് മനസ്സിലാക്കും. ഞാൻ വക്കീലുമായിട്ട് വരാം. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറെ നാളായല്ലോ കണ്ടിട്ട് എല്ലാരെയും. എന്നാ കാര്യം എന്ന് പറഞ്ഞ വിശാഖെ, എപ്പോഴും വിശാഖിന്റെ തലയിൽ നമ്മള് വെക്കുന്നെങ്കിലും തവണ ഞാനല്ല, ആദർശാണ് വന്നിട്ടുണ്ട്. OTയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഷൂട്ട് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ആൾ അവൈലബിൾ അല്ലെങ്കിൽ ആള് അവൈലബിൾ അല്ലാത്ത ആള് ഒരു ഗസ്റ്റിനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളതായിരുന്നു. ആദർശ് അറേഞ്ച് ചെയ്തില്ല. ഒരു ബംഗാളിനെങ്കിലും മിനിമം അറേഞ്ച് ചെയ്യണം എന്നുള്ളതായിരുന്നു നമ്മുടെ നിയമം. പക്ഷെ ആ ബംഗാളിനെ പോലും അവന് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. മറ്റേ വീഡിയോ വരാൻ വൈകിട്ടുണ്ട് കുറെ എണ്ണം. വീഡിയോ വരാൻ വൈകിട്ടുണ്ടെന്നില്ല, കുറെ നാളായിട്ടില്ല. ഇല്ല, ശരിയാ. ഞാൻ ആലോചിച്ചപ്പോ ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡിസംബറിലെ അവരെ ക്രിസ്മസ് എപ്പിസോഡൊക്കെ ഭയങ്കര മാസമായിട്ട് ചെയ്തിട്ട് ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് എപ്പിസോഡ് പോലും ഇല്ലായിരുന്നു. അവിടെ ബോർഡർ ഷെഡ്യൂളൊക്കെ നമ്മൾ എഴുതിയിട്ട് എക്സ്മസ് എപ്പിസോഡ് എന്നൊക്കെ പറഞ്ഞു. അതെ, പക്ഷെ അതൊന്നും നടന്നില്ല. അതിനെല്ലാം മെയിൻ കാരണം എന്ന് പറയുന്നത് ആ മുടി ചൂടാൻ വന്നു. അതെ, അങ്ങനെ അവൻ നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. 4 മാസം കൂടിയാണ് അവൻ തിരിച്ചു വന്നത്. അപ്പൊ എത്ര നാളായിട്ട് നമ്മുടെ എപ്പിസോഡ്സ് എല്ലാം ബ്രേക്ക് ആയി കിടക്കുമായിരുന്നു. നമുക്ക് ആദർശിനെ പൊക്കാം, വിശാഖ് ഇടി കൊടുക്കണം എന്ന് പറഞ്ഞ നിൽക്കുന്നത്. ആദർശിന്റെ നിഗൂഢതകളിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നില്ലെന്ന്. ആദർശിന്റെ അല്ല, ഈ ആദർശിനെ ഇടിക്കണം നീ പറഞ്ഞില്ലേ എപ്പിസോഡ് മുടക്കിയത്? പിന്നല്ലേ. അപ്പൊ നിനക്കിട്ട് എത്ര ഇടി ഞങ്ങൾ തരണം? എടാ, ഞാൻ 2 ദിവസം കൂടുമ്പോഴാണ് ഞാൻ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ പറയും. 2 ദിവസം കഴിഞ്ഞാ നീ വിളിക്കുന്നത്. ഷൂട്ട് ഷെഡ്യൂൾ കഴിഞ്ഞ് നടക്കാതെ 2 ദിവസം കഴിഞ്ഞ് എന്തിനാ പോകുന്നത്? ആദർശിനെ തല്ല. നമുക്ക് അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ബാക്കിയെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിലാക്കാം. നീ ഉണ്ടല്ലോ. എന്നാ ശരി, നമുക്ക് അങ്ങ് പോവാം. ആദർശ് അവന്റെ പുതിയ വീട്ടില്. ഈ വീട്ടിലല്ലേ? വീട് ഓൺ വീൽസാ. മറ്റേത് പുതിയ വീട്. മങ്കി കൊരങ്ങന്മാര് കണ്ട, എക്സ്പെഡിഷൻ മങ്കീസ്. തേണ്ട കൊച്ചു നിന്നെ എനിക്ക് ബഹുമാനുണ്ട്. നീ മാറി അവരെ നോക്കട്ടെ. അയ്യോ, ആശാനെ, ആശാനോ അവനെ പിടിക്കടാ. എടാ, നീ ആലോചിക്കണം, നീ കാരണം നല്ലൊരു ചാനല് പൂട്ടി പോകേണ്ട അവസ്ഥ. മോനെ, ഇവനെ എന്തെങ്കിലും ചെയ്യണോ? ഇവൻ നേരത്തെ കണ്ടിട്ടുണ്ട് മുടി വളർത്തിയിട്ട്. കുറച്ച് എന്നോട് ഈ ചേച്ചി ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. ചേച്ചി മുടി വെട്ടിയല്ലേ? അയ്യേ, കഴുത്ത് വിടറാ. തുമ്പിന്നാ വിളിച്ചോണ്ടിരുന്നത്. കണ്ടോ, കറക്റ്റ് അല്ലേ? തുമ്പി എന്തോ മറ്റേ കല്ലെടുത്തോണ്ട് പോകുന്ന പോലെ തോന്നില്ലേ? എടാ, ഓടിക്കാറിയാമനെ നിർത്തിയിട്ട് പോടാ. നീ പിടിക്കണം, ശരിക്കും എടാ, ആവുന്നുള്ള പണിക്ക് പോയാ പോരെ. എന്റെ മോനെ, സഫാരി ഓടിക്കുന്നവന്റെ അഹങ്കാരം. ഇത് രണ്ടാമത്തെ ഗിയറല്ല. പ്രസ് ചെയ്യണോ? അല്ല, നേരെ വലിച്ചിങ്ങോട്ട് ഇട്ടാ മതി. എത്തുന്നില്ല അങ്ങോട്ട്. മിറർ നോക്കിയേക്ക്. ആണോ? അല്ല, കുലുങ്ങുന്ന ഭയങ്കരമായിട്ട്. അതൊക്കെ സർവ്വസാധാരണ. അതല്ലേ ഞാൻ പറഞ്ഞു, നമുക്ക് വണ്ടി എടുത്തോണ്ട് പോവാം. ഓവർ യാത്ര തുടങ്ങുന്നു. വണ്ടി വീശി എടുക്കാനുള്ള സെറ്റപ്പിലോട്ട് എടുക്കാൻ. അവർ കൊടൂര ചർച്ചയിലാണ്. എക്സ്പെഡിഷൻ മങ്കീസ് കണ്ടില്ലേ? ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, പക്ഷെ പോരാത്ര. ഇവിടെയാണ് നമ്മുടെ മറ്റേ സാധനമൊക്കെ പോകുന്ന സ്ഥലം. പിന്നെ ഇത് സ്റ്റോറേജ് യൂണിറ്റ്, ഇതിന്റെ മുകളിൽ ബെഡ്. ചേച്ചി, ഈ വണ്ടി കണ്ടിട്ട് എന്നാ തോന്നുന്നത്? അകത്ത് ഫുൾ സെറ്റപ്പ് ഉണ്ട്, ബാത്റൂം ഉണ്ട്. അടുക്കളയാണോ? തൊട്ടപ്പുറത്ത് ടാങ്ക് ഉണ്ട് അടിയിൽ, ഇതേപോലെ അവിടെ കിടക്കും. ഞാനോട് നിങ്ങളല്ലേ ഇതിനകത്തൊന്ന് ചാടുന്നുണ്ട്. ഇതിൽ ശ്വാസം എവിടെ നിന്ന് കിട്ടുമെന്ന് ഞാൻ. നല്ലൊരു വീട് അല്ലേ? ഓടുന്ന വീട്. എടാ, എപ്പോഴും ഇങ്ങനെ ഉഴുന്നോടെ നിന്നോണ്ടിരിക്കാതെ എന്നേലും വാ തുറന്നൊന്ന് പറയടാ.
അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളി ചായയും ഉഴുന്നോടെയൊക്കെ കഴിച്ചു കേട്ടോ. അതുകൊണ്ട് 4 മണിക്കാറ്റൊക്കെ അടിപൊളിയായി. ആഹാ. ഗവൺമെന്റ് മോനെ FSSയുടെ ഇതിലായിട്ടാണ്. ഇത് ഗവൺമെന്റ് പണിത് വെച്ചു. അല്ല ഞങ്ങള് ലോൺ എടുത്തിട്ട് ചെയ്യുന്നതാണ്. കഴിച്ചോ അവരങ്ങനെ പറഞ്ഞോട്ടെ. ഇതിനകത്ത് ലൈറ്റ് ഉണ്ട്, ഗ്യാസ് അടുപ്പുണ്ട്, അലമാരി ഉണ്ട്, പൈപ്പ് ഉണ്ട്, എല്ലാ സാമഗ്രികളും ഉണ്ട്. സന്തോഷമായി. മിൽക്ക് ATM. ആദർശ മിൽക്ക് ATM. പാല് കുടിക്കണോ? ആ കുരിശാന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ എക്സ്പെഡിഷൻ മങ്കീസിന്റെ ടൂറൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു വന്നു. എങ്ങനെയുണ്ടായിരുന്നു വിശാഖ എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടില്ലേ? ആ ഫ്രണ്ടിലാ അടിപൊളി. ഇനി എല്ലാരും കേറേണ്ട 1000 രൂപ വെച്ച് തന്നെ കൊള്ളത്തില്ലായിരുന്നു. ഡ്രൈവർ കൈക്ക് വേനയായിട്ട് പോയി. ഏതായാലും ഒരു ചാനൽ രക്ഷപ്പെട്ടിട്ട് വേണം ആദർശിന് പണിക്കൊന്ന് പോകാൻ ജീവിക്കാൻ. അപ്പൊ മറ്റൊരു വീണ്ടും കാണാവുന്ന ശുഭപ്രതീക്ഷയോടെ ബൈ. കേക്കത്തില്ല. കണ്ണിനെ പറ്റിയോ മോനെ? കണ്ണടക്കുന്നേ. വെള്ളം വന്നു. ഇല്ല കുഴപ്പമൊന്നുമില്ല. വീഡിയോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടന്റിനോട് ചെയ്താ ഇനിയാണ് നിനക്ക് ടാസ്ക്.